ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രഭാത ഭക്ഷണമാണ് ഈ ഒരു പൂരി. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഈ പൂരിയൊക്കെ രാവിലെ എണീറ്റ് പരത്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലെ രാവിലെ എണീറ്റ് പരത്തി റെഡിയാക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പാണ്. ഈസി ആയിട്ട് തന്നെ രാവിലെ ഇനി പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, രാവിലെ പരത്താണ്ട് തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് തലേ ദിവസം രാത്രി തന്നെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു ദോശ പാനിലിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് വെക്കുക. നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നല്ല ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഫോയിൽ പേപ്പറിലാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് ഇനി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച വരെയും നിങ്ങൾക്ക് ഈ ഒരു നമ്മളിതുപോലെ റെഡിയാക്കിയ ഒരു മിക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ പൂരി ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൂരി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എപ്പോൾ പൂരി കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ട് ഒരാഴ്ച വരെയും നമുക്കിതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട സമയത്ത് പൂരി ഉണ്ടാക്കി എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എണ്ണ ചിലവാകും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരിക്കും. പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ധൈര്യമായിട്ട് ഇനി നിങ്ങൾക്ക് ഓയിലിൽ ഫ്രൈ ചെയ്ത ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ ഓയിലിൽ ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പ് നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എത്ര തന്നെ നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചാലും ഓയിൽ തീരില്ല. ആ ഓയിൽ നിങ്ങൾ എത്ര ഓയിലാണോ ഒഴിച്ച് ആ ഒരു ഓയിൽ നിങ്ങളുടെ ഉപയോഗം കഴിയുന്നവർക്ക് അത്ര ആ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഇനി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി പരത്തി വെച്ച ആ ഒരു പൂരിയുടെ മാവാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ നല്ല ഉപ്പി നല്ല ബലൂണ് പോലെ തന്നെ പൊന്തി വരുന്നുണ്ട് നമ്മുടെ പൂരി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ രാവിലെ നമുക്കിതൊരു പണിയായിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. തലേദിവസം നമ്മൾ സമയമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ പൂരിക്ക് വേണ്ടിയിട്ട് പരത്തി റെഡിയാക്കി നിങ്ങൾ നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിക്ക് തന്നെ നമ്മുടെ പൂരിയൊക്കെ പൊന്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എണ്ണയിൽ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉപ്പിൻ്റെ അളവ് ജാസ്തിയാവുമൊന്നുമില്ല. ചെറിയ അളവിൽ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡിൽ ജാസ്തിയാവുമൊന്നുമില്ല കേട്ടോ. ആ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട. അപ്പോൾ ഞാനിത് ആവശ്യമുള്ള പൂരിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണ ഇപ്പോഴും അതേ തോതിൽ തന്നെ ചട്ടിയിലുണ്ട്. കാരണം ഞാൻ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയൺ ബോക്സിലൊക്കെ അടി പിടിച്ചിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെള്ള വസ്ത്രത്തിലേക്ക് ആയിപ്പോകും. അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതെൻ്റെ വീട്ടിലുള്ള പഴയൊരു അയൺ ബോക്സാണ്. ഞാൻ ഉപയോഗിക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ചിരുന്ന ഒരു അയൺ ബോക്സാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു അയൺ ബോക്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഈ അയൺ ബോക്സ് ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ ഉറപ്പായിട്ട് കറ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഈ ഒരു അയൺ ബോക്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോയിൽ പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഫോയിൽ പേപ്പർ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അയൺ ബോക്സ് ചൂടാക്കി നിങ്ങൾ അയൺ ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ കറയൊന്നും ആവില്ല, ഒട്ടിപ്പിടിക്കാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വസ്ത്രങ്ങളൊക്കെ വൈറ്റ് ക്ലോത്ത്സൊക്കെ നമുക്ക് ഇതുപോലെ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കറ പിടിച്ച അയൺ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പെട്ടെന്നൊക്കെ നമ്മൾ ഓർക്കാപ്പുറത്തൊക്കെ ഒന്ന് പിടിക്കുക, തുണിയിലൊക്കെ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് അയൺ ചെയ്ത് നോക്കും. നല്ല യൂസാണ്. നമുക്ക് അയൺ ബോക്സ് ഇതുപോലെയൊക്കെ ഇനി കറ പിടിച്ച അയൺ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് അയൺ ചെയ്ത് നോക്കൂ. ഒരു കറയും കാര്യങ്ങളൊന്നും നമ്മുടെ തുണിയിൽ ആവാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് തുണികൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ലൊരു ടിപ്പാണ്.
ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത്, നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബോക്സസ് ആണ് കേട്ടോ ഇത്. നമുക്ക് തൈര് അതുപോലെ തന്നെ സ്വീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് തരുന്ന ഒരു ചെറിയ ബോക്സാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള ബോക്സസൊക്കെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. അപ്പോൾ ഇനി ആരും ഇങ്ങനെയുള്ള ബോക്സസ് ഒന്നും വലിച്ചെറിയണ്ട കേട്ടോ. അതുകൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട്. നമുക്കതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കട്ടിയുള്ള പേപ്പർ എടുക്കുക കേട്ടോ. കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ റൗണ്ട് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് എന്താ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സസൊക്കെ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പേപ്പർ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ കാർഡ്ബോർഡ്, ചെറിയ കാർഡ്ബോർഡൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാവുന്നതുമാണ്. കുറച്ചും കൂടെ കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്സസറീസൊക്കെ, കുട്ടികളുടെ മാല, അതുപോലെ കമ്മൽ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബാൻഡ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലുള്ള ബോക്സസൊക്കെ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ ഇത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചാൽ മിസ്സായി പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള ബോക്സസ് കൊണ്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, കുട്ടികൾക്ക് കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒരു പെയിൻറ്റ് ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പാത്രങ്ങൾ ഇനി വെറുതെ കളയാണ്ട് ഇതുപോലുള്ള ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ വീട്ടിൽ ഇതുപോലുള്ള കണ്ണടകളൊക്കെ ഉണ്ടാവും. കണ്ണടകളിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെങ്ങനെ ഡെയിലി അത് തുടച്ചെടുത്താലും അപ്പോൾ ആ ഒരു അഴുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു കണ്ണാടിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടാൽക്കം പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ണാടിയൊക്കെ തുടയ്ക്കുന്ന ആ ഒരു തുണിയിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിങ്ങൾ ആ ഒരു കണ്ണാടിയിലേക്ക് ഒന്ന് ആ ഒരു ടാൽക്കം പൗഡർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അഴുക്കാണ് ആ ഒരു സ്പെക്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കൊരുപാട് അഴുക്കുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. എവിടേക്കാണ് അഴുക്കുള്ള കണ്ണാടിയിൽ നമുക്കുള്ള അഴുക്ക് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു അഴുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിരിക്കുന്നത് വാസ്ലൈനാണ്. എന്നിട്ട് നമുക്കിതുപോലെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം വാസ്ലൈനും കൂടെ ഇട്ട് തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്കും കാര്യങ്ങളും നമുക്ക് ആ ഒരു സ്പെക്സിലുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്പെക്സൊക്കെ ഡെയിലി റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവർക്കുള്ളൊരു പ്രോബ്ലമാണ് ഈ നോസിൻ്റെ, മൂക്കിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് കറുത്ത പാട് വരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നീട് കണ്ണാടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്പെക്സ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്ക് നമുക്കൊരു സ്പെക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇടികല്ല് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും മൂർച്ചയില്ലാണ്ടായി പോകും. നമ്മൾ പിന്നെ എന്തെങ്കിലും ഇടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം നമുക്കതൊന്ന് ഇടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇടികല്ല് ഷാർപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് ഈ ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇടികല്ല് നല്ല രീതിയിൽ തന്നെ മൂർച്ചയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ട് നല്ലൊരു യൂസാണ് നമ്മുടെ വീട്ടിലെ ഇടികല്ലൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇടികല്ല് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള മിക്സിയുടെ ജാറ്, സിസേഴ്സ്, നൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മുട്ടത്തോട് കൊണ്ട് തന്നെ ഷാർപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.